പ്രിയപ്പെട്ട CMA ഇൻ്റർമീഡിയറ്റ് വിദ്യാർത്ഥികൾക്ക് PPT ഒരുക്കുന്ന ഓൺലൈൻ ക്ലാസ് റൂമിലേക്ക് ഹൃദ്യമായ സ്വാഗതം. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിട്ടുള്ള ഇൻകം ടാക്സിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഡിസ്കസ് ചെയ്യും. ടാക്സ് എന്താണ്, ടാക്സിൻ്റെ ക്ലാസിഫിക്കേഷൻസ്, ഇൻകം ടാക്സ് എന്താണ്, ഇൻകം ടാക്സിൻ്റെ ഹിസ്റ്ററി, ഇൻകം ടാക്സ് റിലേറ്റ് ചെയ്തിട്ടുള്ള ടേംസ് ഏതൊക്കെയാണ്, പിന്നെ ഇൻകം ടാക്സിൻ്റെ സ്ലാബ് റേറ്റ് എങ്ങനെയാണ് കാൽക്കുലേഷൻ നടത്താറുള്ളത്, എന്താണ് മാർജിനൽ റിലീഫ്, അതിൻ്റെ കാൽക്കുലേഷൻ എങ്ങനെയാണ്, ഈ കാര്യങ്ങളെല്ലാം നമ്മളൊരു 60 മിനിറ്റ് ദൈർഘ്യം വരുന്ന വീഡിയോയിൽ പറയുകയുണ്ടായി. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് നിങ്ങളുടെ നെക്സ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ആൻഡ് ടാക്സ് ലയബിലിറ്റി എന്ന് പറഞ്ഞ പാഠഭാഗമാണ്. റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ആൻഡ് ടാക്സ് ലയബിലിറ്റി എക്സ്പ്ലെയിൻ ചെയ്യുന്നത് നമുക്കറിയാം, നമുക്ക് ഒരുപാട് ആളുകളെ പരിചയമുണ്ട്. നമ്മൾ പരിചയമുള്ള ഒരുപാട് ആളുകൾക്ക് വരുമാനമുണ്ട്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറയുകയുണ്ടായി, ടാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പൾസറി കോൺട്രിബ്യൂഷൻ ഇമ്പോസ്ഡ് ബൈ ദ ഗവൺമെൻറ് ആണ്. ഇതൊരു കമ്പൾസറി കോൺട്രിബ്യൂഷനാണ്. വരുമാനമുള്ളവരൊക്കെ ടാക്സ് അടയ്ക്കണമെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുകയുണ്ടായി. അങ്ങനെയാണെങ്കിൽ നമുക്ക് പരിചയമുള്ള ഇത്രയും ആളുകൾ വരുമാനമുള്ളവരുണ്ട്, ഇല്ലാത്തവരുണ്ട്. എന്നാൽ വരുമാനമുള്ളവരെല്ലാവരും ടാക്സ് അടയ്ക്കുന്നില്ല. എന്തുകൊണ്ടാണ് ഇവർ ടാക്സ് അടയ്ക്കാത്തത്? അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു എക്സ്പ്ലനേഷൻ തരുന്ന ചാപ്റ്ററാണ് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ആൻഡ് ടാക്സ് ലയബിലിറ്റി എന്ന്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറയുകയുണ്ടായി 2,50,000 മുകളിലേക്ക് സ്ലാബ് റേറ്റ് ഉള്ളവർക്കാണ് ടാക്സ് അടയ്ക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഏകദേശം കുറേ ആളുകളൊക്കെ നമുക്ക് വരുമാനമുള്ള ആളുകളൊക്കെ നമ്മൾ 2,50,000 താഴെയുള്ളവരായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരാരും ടാക്സ് അടയ്ക്കേണ്ട ആവശ്യമില്ല. ഇനി 2,50,000 മുകളിൽ വരുമാനമുള്ളവർ നമുക്ക് പരിചയമുള്ളവരുണ്ട്, ഗൾഫിലുള്ളവരുണ്ട്, അല്ലാത്തവരുണ്ട്, നമുക്ക് പരിചയമുള്ളവർ ടാക്സ് അടയ്ക്കാത്തവരുണ്ട്. ഗൾഫിലുള്ള മിക്കവാറും ആളുകളൊന്നും, വിദേശത്ത് ജോലി ചെയ്യുന്ന മിക്കവാറും ആളുകളൊന്നും ടാക്സ് അടയ്ക്കാറില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് അവർ ടാക്സ് അടയ്ക്കാത്തത്? അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഡീറ്റെയിൽസ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് റെസിഡൻഷ്യൽ സ്റ്റാറ്റസിലാണ്. ഓരോ പേഴ്സൺ, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പേഴ്സൺസ് എന്ന് പറഞ്ഞാൽ പേഴ്സൺസ് ഇൻക്ലൂഡ് ഇൻഡിവിജ്വൽ, AOP, BOI, കമ്പനി, ഫേം, എനി ആർട്ടിഫിഷ്യൽ ജുഡീഷ്യൽ പേഴ്സൺ. ഇതെല്ലാം പേഴ്സൺസാണ്. ഓരോ പേഴ്സൺസിനും ഓരോ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഉണ്ട്. ആ സ്റ്റാറ്റസ് അനുസരിച്ചാണ് അവർക്ക് ടാക്സ് ലയബിലിറ്റി വരികയും പോകുകയും ചെയ്യുക. അപ്പോൾ ആ ടാക്സ് ലയബിലിറ്റി എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക, ഏതൊക്കെയായിരിക്കും അവർക്ക് ടാക്സ് ലയബിളായിട്ട് വരിക, ഏതൊക്കെ വരുമാനങ്ങളാണ് ടാക്സ് ലയബിളാവുക, ഏതൊക്കെ സ്റ്റാറ്റസിലുള്ളവർക്കാണ് ലയബിളാവുക എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യുന്ന പാഠഭാഗമാണ് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ആൻഡ് ടാക്സ് ലയബിലിറ്റി. ഇവിടെ നമ്മൾ ഇന്നൊരു 25ഓളം മിനിറ്റ് ദൈർഘ്യം വരുന്ന വീഡിയോയിൽ ഇതിനെക്കുറിച്ചുള്ള ഒരു കൺസെപ്റ്റ് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി തരാൻ വേണ്ടി പറ്റും. പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലംസ് ഉണ്ട്, അത് നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ ചെയ്യുന്നതാണ്. സോ നമ്മൾ നമ്മുടെ പാഠഭാഗത്തിലേക്ക് കടക്കുകയാണ്, റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ആൻഡ് ടാക്സ് ലയബിലിറ്റി. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു, പേഴ്സൺ എന്ന് പറഞ്ഞ കാറ്റഗറിയിൽ ആദ്യത്തെ പേഴ്സണാണ് ഇൻഡിവിജ്വൽ. നമ്മളൊക്കെ ഇൻഡിവിജ്വൽ എന്നുള്ള കാറ്റഗറിയിൽ വരുന്നവരാണ്. ഇൻഡിവിജ്വലിന് 3 റെസിഡൻഷ്യൽ സ്റ്റാറ്റസുകളാണുള്ളത്. ഒന്നാമത്തെ സ്റ്റാറ്റസ് ഇൻഡിവിജ്വൽ, ഓർഡിനറി റെസിഡൻറ്റ്, നോട്ട് ഓർഡിനറി റെസിഡൻറ്റ്, നോൺ റെസിഡൻറ്റ് എന്ന് പറഞ്ഞാൽ 3 കാറ്റഗറിയിലാണ് ഇൻഡിവിജ്വൽ ഉൾക്കൊള്ളുന്നത്. ഒന്നാമത്തെ കാറ്റഗറി ഓർഡിനറി റെസിഡൻറ്റ്. ഓർഡിനറി റെസിഡൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് സമ്മറൈസ് ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറയാം, ഓർഡിനറി റെസിഡൻറ്റ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ സ്ഥിരമായിട്ട് നിൽക്കുന്ന ആളുകൾ. നോട്ട് ഓർഡിനറി റെസിഡൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിൽ വരികയും പോകുകയും ഒക്കെ ചെയ്യുന്ന ആൾ. നോൺ റെസിഡൻറ്റ് ഇന്ത്യൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിദേശത്ത് ജോലി ചെയ്യുകയോ വിദേശത്ത് സ്ഥിരതാമസമാക്കുകയോ ചെയ്യുന്ന ആളുകളെയാണ് നോൺ റെസിഡൻറ്റ് എന്ന് പറയുന്നത്. അങ്ങനെ 3 കാറ്റഗറിയിലാണ് ഇൻഡിവിജ്വലിൻ്റെ റെസിഡൻസ് സ്റ്റാറ്റസ് ഉള്ളത്. ഇതിന് ചില കണ്ടീഷൻസൊക്കെ സാറ്റിസ്ഫൈ ചെയ്യേണ്ടതുണ്ട്. ആ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്താലാണ് നമ്മൾ ഓർഡിനറി റെസിഡൻ്റ് ആണ്, നോട്ട് ഓർഡിനറി റെസിഡൻ്റ് ആണ്, നോൺ റെസിഡൻ്റ് ആണ് എന്ന് പറയാൻ വേണ്ടി പറ്റുക. അപ്പോൾ ഈ കണ്ടീഷൻസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് നമ്മൾ 2 കണ്ടീഷൻസാണ് ഇൻകം ടാക്സിൽ ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് നമുക്ക് തരുന്നത്. അതിൽ ബേസിക് കണ്ടീഷൻ, അഡീഷണൽ കണ്ടീഷൻ എന്ന് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ബേസിക് കണ്ടീഷൻസിൽ 2 കണ്ടീഷൻ ഉണ്ട്, അഡീഷണൽ കണ്ടീഷൻസിൽ 2 കണ്ടീഷൻ ഉണ്ട്. ബേസിക് കണ്ടീഷനിൽ പറയുന്നത് ഹീസ് ഇൻ ഇന്ത്യ ഫോർ 182 days ഇൻ പ്രീവിയസ് ഇയർ. ആദ്യത്തെ കണ്ടീഷൻ, ആ പറയുന്ന ഇൻഡിവിജ്വൽ ഇന്ത്യയിൽ 152 ദിവസം ഉണ്ടാകുക എന്നുള്ളതാണ് ആദ്യത്തെ കണ്ടീഷൻ. അങ്ങനെയാണെങ്കിൽ അയാൾ ബേസിക് കണ്ടീഷൻ 1 സാറ്റിസ്ഫൈ ചെയ്തു. ഇനി സെക്കൻഡ് ബേസിക് കണ്ടീഷൻ, വേറൊരു ബേസിക് കണ്ടീഷൻ കൂടിയുണ്ട്. ഹി ഹാസ് ബീൻ ഇൻ ഇന്ത്യ ഫോർ അറ്റ്ലീസ്റ്റ് 365 days ഡ്യൂറിങ് ദ 4 പ്രിസീഡിങ് പ്രീവിയസ് ഇയർ. പ്രീവിയസ് ഇയറിന് തൊട്ട് മുൻപുള്ള 4 വർഷം എടുത്തു വെച്ച് നോക്കി കഴിഞ്ഞാൽ പ്രീവിയസ് ഇയർ ഏതാണ്, അസസ്മെൻറ്റ് ഇയർ ഏതാണ് എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ഞാൻ ഒന്നുകൂടി പറയാം. പ്രീവിയസ് ഇയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻകം ജനറേറ്റ് ചെയ്ത ഇയറിന്
പറയുന്ന പേരാണ് പ്രീവിയസ് ഇയർ. അസസ്മെൻറ്റ് ഇയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്ത ഇയറിനെ പറയുന്ന പേരാണ് അസസ്മെൻറ്റ് ഇയർ. ഇപ്പോൾ അസസ്മെൻറ്റ് ഇയറിൻ്റെ തൊട്ട് മുൻപുള്ള വർഷമാണ് പ്രീവിയസ് ഇയർ. നമ്മൾ ആദ്യത്തെ കണ്ടീഷനിൽ പറഞ്ഞത് 182 ദിവസം, അതായത് ഏകദേശം ഒരു വർഷത്തിൻ്റെ പകുതി ഇന്ത്യയിൽ ഉണ്ടാകുക എന്നുള്ളതാണ് ആദ്യത്തെ കണ്ടീഷൻ. പ്രീവിയസ് ഇയറിൽ 182 ദിവസം ഉണ്ടാകുക എന്നുള്ളത്. രണ്ടാമത്തെ കണ്ടീഷൻ പ്രീവിയസ് ഇയറിൻ്റെ തൊട്ട് മുൻപുള്ള 4 വർഷങ്ങളിലായിട്ട് 365 ദിവസം, 4 വർഷങ്ങളിലായിട്ടാണ് 365 ദിവസം ഇന്ത്യയിൽ ഉണ്ടാകുക. ഇനി പ്രീവിയസ് ഇയറിൽ അതിൻ്റെ ഒപ്പം തന്നെ പറയുന്നുണ്ട് ആൻഡ് ഹീ ഈസ് ഇൻ ഇന്ത്യ ഫോർ അറ്റ്ലീസ്റ്റ് 60 ഡേയ്സ് ഇൻ പ്രീവിയസ് ഇയർ. പ്രീവിയസ് ഇയറിൽ 60 ദിവസം ഇന്ത്യയിൽ ഉണ്ടാകുക എന്നുള്ളതാണ് അതോടൊപ്പമുള്ള കണ്ടീഷൻ. അപ്പം ബേസിക് കണ്ടീഷൻ 2-ൽ 2 കണ്ടീഷൻസ് പറയുന്നുണ്ട്. ഒന്ന്, പ്രീവിയസ് ഇയറിൻ്റെ തൊട്ട് മുൻപുള്ള 4 വർഷങ്ങളിൽ 365 ദിവസം ഉണ്ടാവുക. രണ്ടാമത്തത് പ്രീവിയസ് ഇയറിൽ 60 ദിവസം ഉണ്ടാകുക. അപ്പം ബേസിക് കണ്ടീഷൻ മനസ്സിലായിട്ടുണ്ട് എന്ന് കരുതുന്നു. നമ്മൾ അഡീഷണൽ കണ്ടീഷൻസിലേക്ക് പോവുകയാണ്. അഡീഷണൽ കണ്ടീഷനിൽ പറയുന്നത് ഹി ഹാസ് ബീൻ റെസിഡൻറ്റ് ഇൻ ഇന്ത്യ അറ്റ്ലീസ്റ്റ് 2 ഔട്ട് ഓഫ് 10 പ്രീവിയസ് ഇയർ പ്രൊസീഡിങ് ടു ദ പ്രീവിയസ് ഇയർ. പ്രീവിയസ് ഇയറിൻ്റെ തൊട്ട് മുൻപുള്ള 10 വർഷം എടുത്തു വെച്ചാൽ 2 വർഷം റെസിഡൻ്റ് ആകണമെന്നാണ്. റെസിഡൻ്റ് ആകണമെന്നാണ് പറഞ്ഞത്, പ്രത്യേകം ശ്രദ്ധിക്കണം. ഇന്ത്യയിൽ ഉണ്ടാകണമെന്നല്ല, 2 വർഷം അയാളുടെ സ്റ്റാറ്റസ് നോക്കിക്കഴിഞ്ഞാൽ റെസിഡൻ്റ് ആകണം. ഇനി നെക്സ്റ്റ് അഡീഷണൽ കണ്ടീഷൻ നോക്കുക. ഹീസ് ഇൻ ഇന്ത്യ ഫോർ അറ്റ്ലീസ്റ്റ് 730 ഡേയ്സ് ഇൻ ഓൾ ഡ്യൂറിങ് ദ 7 പ്രൊസീഡിങ് ടു ദ പ്രീവിയസ് ഇയർ. പ്രീവിയസ് ഇയറിന് തൊട്ട് മുൻപുള്ള 7 വർഷങ്ങൾ എടുത്ത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ 730 ദിവസം, ആ 7 വർഷങ്ങളിലായിട്ട് 730 ദിവസം ഇന്ത്യയിൽ ഉണ്ടാകുക എന്നുള്ളതാണ് അടുത്ത കണ്ടീഷൻ. അപ്പോൾ അഡീഷണൽ കണ്ടീഷൻസ് 2ഉം എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞു. ഇനി എങ്ങനെയാണ് ഒരു ഇൻഡിവിജ്വൽ ഓർഡിനറി റെസിഡൻ്റ് ആകുക, എങ്ങനെയാണ് നോട്ട് ഓർഡിനറി റെസിഡൻ്റ് ആകുക, എങ്ങനെയാണ് നോൺ റെസിഡൻ്റ് ആകുക എന്നുള്ളത് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ട്. നമ്മൾ നെക്സ്റ്റ് സ്ലൈഡിലേക്ക് പോവുകയാണ്. റെസിഡൻ്റ് സ്റ്റാറ്റസ് ഓഫ് എ ഇൻഡിവിജ്വലിൻ്റെ റെസിഡൻറ്റ് സ്റ്റാറ്റസ്. ഓർഡിനറി റെസിഡൻ്റ് ആകണമെന്നുണ്ടെങ്കിൽ ഇതിലെ കണ്ടീഷൻ 1-ൽ ബേസിക് കണ്ടീഷനിൽ ഏതെങ്കിലും ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുക. അഡീഷണൽ കണ്ടീഷൻസ് 2ഉം സാറ്റിസ്ഫൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവരെ ഓർഡിനറി റെസിഡൻ്റ് എന്ന് പറയാം. സാറ്റിസ്ഫൈയിങ് എനി ബേസിക് കണ്ടീഷൻ 1, 2 ഏതെങ്കിലും ഒന്ന് സാറ്റിസ്ഫൈ ചെയ്യുക. അഡീഷണൽ കണ്ടീഷൻസ് 2ഉം സാറ്റിസ്ഫൈ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഓർഡിനറി റെസിഡൻ്റ് ആണെന്ന് പറയാം. ഫോർ എക്സാമ്പിൾ, ഈ കഴിഞ്ഞ പ്രീവിയസ് ഇയറിൽ അദ്ദേഹം 182 ദിവസം ഇന്ത്യയിലുണ്ട്. അതേപോലെ തന്നെ അഡീഷണൽ കണ്ടീഷൻസ് നോക്കിക്കഴിഞ്ഞപ്പം 10 വർഷങ്ങളിലായിട്ട് 2 വർഷം അയാളുടെ സ്റ്റാറ്റസ് റെസിഡൻ്റ് ആണ്. 7 വർഷം പരിശോധിച്ച് നോക്കിയപ്പോൾ 730 ദിവസം ഇന്ത്യയിലുണ്ട്. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിനെ നമുക്ക് ഓർഡിനറി റെസിഡൻ്റ് എന്ന് പറയാം. ഇനി നമ്മൾ റെസിഡൻ്റ് സ്റ്റാറ്റസ് നോട്ട് ഓർഡിനറി റെസിഡൻ്റ് എപ്പോഴാണ് ആവുക? നോട്ട് ഓർഡിനറി റെസിഡൻ്റ് ആവുന്ന സിറ്റുവേഷൻ സാറ്റിസ്ഫൈ എനി ബേസിക് കണ്ടീഷനിൽ ഏതെങ്കിലും ഒന്ന് സാറ്റിസ്ഫൈ ചെയ്യുക. ആൻഡ് നോട്ട് സാറ്റിസ്ഫൈസ് അഡീഷണൽ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യാതിരിക്കുക. ഏതെങ്കിലും ഒന്ന് സാറ്റിസ്ഫൈ ചെയ്താലും നോട്ട് ഓർഡിനറി തന്നെയാണ് വരിക. 2ഉം സാറ്റിസ്ഫൈ ചെയ്യുന്ന സമയത്ത് മാത്രമേ ഓർഡിനറി റെസിഡൻ്റ് എന്ന കാറ്റഗറിയിലേക്ക് പോകുള്ളൂ. അപ്പോൾ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടത് ഒരു കാര്യമുണ്ട്. നമ്മൾ പറഞ്ഞു ബേസിക് കണ്ടീഷനിൽ ഏതെങ്കിലും ഒന്ന് സാറ്റിസ്ഫൈ ചെയ്യുക എന്നുള്ളത്. ഒന്നെങ്കിൽ 182 ദിവസം ഉണ്ടാകുക. ഇനി അത് സാറ്റിസ്ഫൈ ചെയ്യുന്നില്ലെങ്കിൽ പ്രീവിയസ് ഇയറിൽ 60 ദിവസം ഉണ്ടാവുക. അതിൽ തന്നെ കഴിഞ്ഞ പ്രീവിയസ് ഇയറിന് തൊട്ട് മുൻപുള്ള 4 വർഷങ്ങൾ പരിശോധിച്ച് കഴിഞ്ഞാൽ 365 ദിവസം ഉണ്ടാകുക. എന്നാൽ ഇതിനൊരു എക്സെപ്ഷണൽ കേസ് ഉണ്ട്. ആ എക്സെപ്ഷണൽ കേസ് എപ്പോഴൊക്കെയാണ് സംഭവിക്കുകയെന്ന് വെച്ചാൽ ഒരു ബേസിക് കണ്ടീഷൻ മാത്രമേ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുള്ളൂ. 182 ദിവസം ഇന്ത്യയിൽ നിർബന്ധമായിട്ട് ഉണ്ടാകണം, എന്നാലേ ഓർഡിനറി റെസിഡൻ്റ് ആകുകയുള്ളൂ. ആ കാറ്റഗറി ഒന്ന്, ഇന്ത്യക്ക് പുറത്ത് ജോലി ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ വർഷം 182 ദിവസം ഇന്ത്യയിൽ ഉണ്ടായിരിക്കണം. രണ്ടാമത്തത്, ഇന്ത്യയുടെ പുറത്ത് സ്ഥിരതാമസക്കാരായിട്ടുള്ള ഇന്ത്യൻ സിറ്റിസൺസ് 182 ദിവസം ഇന്ത്യയിലുണ്ടെങ്കിൽ മാത്രമേ ഓർഡിനറി റെസിഡൻ്റ് ആവുള്ളൂ. രണ്ടാമത്തെ കേസ് പരിഗണിക്കില്ല. മൂന്നാമത്തെ കേസ് ഷിപ്പിൽ വർക്ക് ചെയ്യുന്ന ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതേപോലെ തന്നെ ഓർഡിനറി റെസിഡൻ്റ് ആകണമെന്നുണ്ടെങ്കിൽ പ്രീവിയസ് ഇയറിൽ 182 ദിവസം ഉണ്ടായിരിക്കണം. അപ്പോൾ ഇത്രയുമാണ് റെസിഡൻറ്റ് സ്റ്റാറ്റസ് ഓഫ് ഇൻഡിവിജ്വലിൽ ഓർഡിനറി നോട്ട് ഓർഡിനറി കേസ്. ഇനി നോൺ റെസിഡൻ്റ് ആകണമെന്നുണ്ടെങ്കിൽ ബേസിക് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യാത്ത എല്ലാ ഇൻഡിവിജ്വൽസിനെയും നമ്മൾ നോൺ റെസിഡൻറ്റ് ഇന്ത്യൻസ് എന്നാണ്, അല്ലെങ്കിൽ നോൺ റെസിഡൻറ്റ് എന്നുള്ള കാറ്റഗറിയിലാണ് ഉൾക്കൊള്ളിക്കുന്നത്. ദെൻ നെക്സ്റ്റ് വൺ, ഇതേപോലെ തന്നെ റെസിഡൻറ്റ് സ്റ്റാറ്റസ് ഓഫ് എച്ച് യു എഫിനെ കുറിച്ച് നമുക്കറിയാം. ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലിയാണ്. മരുമക്കത്തായം സിസ്റ്റത്തിൽ വർക്ക് ചെയ്യുന്ന ബിസിനസ്സുകൾ അല്ലെങ്കിൽ വരുമാനം ഉണ്ടാക്കുന്ന മേഖലകൾ പറയുന്ന പേരാണ് ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി.
ഇപ്പോൾ നമ്മൾ ജയറാമിൻ്റെ ഒരു സിനിമ ഓർമ്മ ഉണ്ടാവും നിങ്ങൾക്ക്, മരുമക്കത്തായം സിസ്റ്റത്തിൽ വർക്ക് ചെയ്യുന്ന ഒരു ഫാമിലിയെക്കുറിച്ചുള്ള കഥ പറയുന്ന ഒരു സിനിമയാണ്. അതിൽ നമുക്ക് മെയിൻ റോളിലുണ്ടായിരുന്ന ആ മരുമക്കത്തായം സിസ്റ്റത്തിൽ ഒരു മാനേജിങ് ഡയറക്ടർ എന്ന് പറഞ്ഞിട്ടുള്ള ആളുണ്ട്. ആ ബിസിനസ്സിനെല്ലാം മാനേജ് ചെയ്യുന്ന ആൾ. അയാളെ നമ്മൾ വിളിക്കാറുള്ളത് കർത്തയാണ്. കർത്തയുടെ റെസിഡൻസ് സ്റ്റാറ്റസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് HUFൻ്റെ സ്റ്റാറ്റസുമായിട്ട് ബന്ധപ്പെടുത്തി നോക്കുമ്പോൾ. HUFൻ്റെ സ്റ്റാറ്റസിൽ 3 സ്റ്റാറ്റസുകളാണ് ഇതേപോലെ തന്നെ ഉള്ളത്. HUF മേ ബി ഓർഡിനറി റെസിഡൻറ്റ്, നോട്ട് ഓർഡിനറി റെസിഡൻറ്റ്, നോൺ റെസിഡൻറ്റ്. ഇനി എപ്പോഴാണ് ഓർഡിനറി റെസിഡൻ്റ് ആകുക എന്ന് നമുക്ക് നോക്കാം. ഓർഡിനറി റെസിഡൻ്റ് ആകാൻ ബിസിനസ്സിൻ്റെ മാനേജ്മെൻറ്റും കൺട്രോളും അനുസരിച്ചാണ് ഓർഡിനറി റെസിഡൻ്റ് ആണോ അല്ലേ എന്ന് തീരുമാനിക്കുക. ബേസിക് കണ്ടീഷൻ അതാണ്. ബിസിനസ്സിൻ്റെ മാനേജ്മെൻറ്റും കൺട്രോളും ഇന്ത്യയിലാണെങ്കിൽ നമുക്ക് ഓർഡിനറി റെസിഡൻറ്റ് ബേസിക് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തു എന്ന് പറയാം. ഇനി രണ്ടാമത്തെ കണ്ടീഷൻ, കറുത്ത അഡീഷണൽ കണ്ടീഷൻസ് രണ്ടും സാറ്റിസ്ഫൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ HUF ബിസിനസ് ഓർഡിനറി റെസിഡൻ്റ് ആണ് എന്ന് നമുക്ക് പറയാം. അപ്പം നമ്മൾ ആദ്യം നോക്കേണ്ടത്, ഒന്ന് HUFൻ്റെ ബിസിനസ്സിൻ്റെ മാനേജ്മെൻറ്റും കൺട്രോളും ഇന്ത്യയിലായിരിക്കും, അതായത് ഹെഡ് ഓഫീസ് ഇന്ത്യയിലായിരിക്കുക. രണ്ടാമത്തത് കറുത്ത അഡീഷണൽ കണ്ടീഷൻസ്, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള അഡീഷണൽ കണ്ടീഷൻസ് രണ്ടും സാറ്റിസ്ഫൈ ചെയ്യുക. ഇനി അത് കഴിഞ്ഞാൽ രണ്ടാമത്തെ കാറ്റഗറി നോട്ട് ഓർഡിനറി റെസിഡൻ്റ് ആണ്. നോട്ട് ഓർഡിനറി റെസിഡൻറ്റ് ഇതേപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ബേസിക് കണ്ടീഷൻ മാത്രം സാറ്റിസ്ഫൈ ചെയ്യുക. ഇവിടുത്തെ ബേസിക് കണ്ടീഷൻ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, കൺട്രോൾ ആൻഡ് മാനേജ്മെൻറ്റ് ഇൻ ഇന്ത്യ. കൺട്രോളും മാനേജ്മെൻറ്റും ഇന്ത്യയിലാകുക എന്നുള്ളതാണ് നമ്മളെ ബേസിക് കണ്ടീഷൻ. നെക്സ്റ്റ് വൺ നോൺ റെസിഡൻറ്റ്. അപ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് മനസ്സിലാക്കാവുന്നതാണ്, നോൺ റെസിഡൻറ്റ് കാറ്റഗറിയിൽ കൺട്രോൾ ആൻഡ് മാനേജ്മെൻറ്റ് ഔട്ട്സൈഡ് ഇന്ത്യ ആണെങ്കിൽ നമുക്ക് ആ HUFനെ നമ്മൾ നോൺ റെസിഡൻറ്റ് എന്നുള്ള കാറ്റഗറിയിലേക്ക് പോകും. ഇനി നമ്മൾ നെക്സ്റ്റ് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഓഫ് എ ഫേം, അസോസിയേഷൻ ഓഫ് ഫേം ആൻഡ് BOI, ബോഡി ഓഫ് ഇൻഡിവിജ്വൽ. എങ്ങനെയാണ് ഇവരുടെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് മനസ്സിലാക്കുക? ഫേം, AOP, BOI. ഈ കേസിൽ 2 റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് മാത്രമേ നിലനിൽക്കുകയുള്ളൂ. ഒന്ന് ഓർഡിനറി റെസിഡൻറ്റ്, രണ്ടാമത്തത് നോൺ റെസിഡൻറ്റ്. ഈ 2 കാറ്റഗറി റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഉള്ളൂ. ഇതിൽ AOP എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അസോസിയേഷൻ ഓഫ് പേഴ്സൺ ആണ്, BOI ബോഡി ഓഫ് ഇൻഡിവിജ്വൽ ആണ്, പിന്നെ ഫേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർട്ട്ണർഷിപ്പ് ഫേമുകളാണ്. ഇനി BOIയിൽ ഉൾക്കൊള്ളുന്ന കാര്യമാണ് മുസ്ലിം അൺഡിവൈഡഡ് ഫാമിലി. മരുമക്കത്തായം സിസ്റ്റത്തിൽ മുസ്ലിം ഫാമിലീസ് ബിസിനസ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ, വരുമാനങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ബോഡി ഓഫ് ഇൻഡിവിജ്വൽ എന്നുള്ള കാറ്റഗറിയിലാണ് പെടുന്നത്. ഇവർക്ക് 2 സ്റ്റാറ്റസേ ഉള്ളൂ, ഓർഡിനറി റെസിഡൻറ്റ്, നോൺ റെസിഡൻറ്റ്. ഇനി നമ്മൾ ഓർഡിനറി റെസിഡൻറ്റ് എപ്പോഴാണ് ആകുക എന്ന് നോക്കാം. ഇത് ബിസിനസ്സിൻ്റെ മാനേജ്മെൻറ്റ് ആൻഡ് കൺട്രോളുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് റെസിഡൻറ്റ് സ്റ്റാറ്റസ്. ബിസിനസ്സിൻ്റെ മാനേജ്മെൻറ്റ് ആൻഡ് കൺട്രോൾ ഇന്ത്യയിലാണെങ്കിൽ AOP, BOI ഫേമിൻ്റെ കേസിൽ അവർ ഓർഡിനറി റെസിഡൻ്റ് ആണെന്ന് പറയാം. ഇനി ബിസിനസ്സിൻ്റെ മാനേജ്മെൻറ്റ് ഇന്ത്യക്ക് പുറത്താണെങ്കിൽ AOP, BOI ബോഡി ഓഫ് ഇൻഡിവിജ്വലിൻ്റെ കേസിൽ നോൺ റെസിഡൻറ്റ് കാറ്റഗറിയിലേക്ക് പോകും. അപ്പോൾ ഇവിടെ എത്രയേ നോക്കുന്നുള്ളൂ, ബിസിനസ്സിൻ്റെ കൺട്രോൾ ആൻഡ് മാനേജ്മെൻറ്റ് ഇന്ത്യയിലാകുക, അതായത് ഹെഡ് ഓഫീസ് ഇന്ത്യയിലാണോ അല്ലേ എന്ന് മാത്രമേ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. നെക്സ്റ്റ് വൺ, റെസിഡൻറ്റ് സ്റ്റാറ്റസ് ഓഫ് എ കമ്പനി. കമ്പനിയുടെ റെസിഡൻറ്റ് സ്റ്റാറ്റസ്. കമ്പനിയുടെ റെസിഡൻറ്റ് സ്റ്റാറ്റസും ഇതേപോലെ 2 സ്റ്റാറ്റസുകൾ മാത്രമേ കമ്പനിക്കുള്ളൂ. ഒന്ന് ഓർഡിനറി റെസിഡൻറ്റ്, രണ്ടാമത്തത് നോൺ റെസിഡൻറ്റ്. ഓർഡിനറി റെസിഡൻറ്റ് ആകണമെന്നുണ്ടെങ്കിൽ കമ്പനി ഇന്ത്യയിൽ മാനേജ് ചെയ്യുക, ഇന്ത്യൻ കമ്പനി ആക്കുക എന്നുള്ളത് മാത്രമാണ് ഓർഡിനറി റെസിഡൻ്റ് ആകണമെന്ന്. ഇന്ത്യൻ കമ്പനീസ് എല്ലാം ഓർഡിനറി റെസിഡൻ്റ് ആണ്. നെക്സ്റ്റ് വൺ, നോട്ട് ഓർഡിനറി റെസിഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ ഫോറിൻ കമ്പനി ആകുക, കൺട്രോൾ ആൻഡ് മാനേജ്മെൻറ്റ് ഔട്ട്സൈഡ് ഇന്ത്യ ആക്കുക. ഒരു ഫോറിൻ കമ്പനിയും കൺട്രോൾ ആൻഡ് മാനേജ്മെൻറ്റ് ഔട്ട്സൈഡ് ഇന്ത്യ കൂടിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ കമ്പനിയെ നോൺ റെസിഡൻറ്റ് കാറ്റഗറിയിൽ പെടുത്താവുന്നതാണ്. നെക്സ്റ്റ് വൺ, ഇതൊക്കെ നമ്മൾ പറഞ്ഞത് ഇവരുടെയൊക്കെ ഏതൊക്കെ വരുമാനങ്ങളാണ് ഈ ടാക്സ് ലാബിലിറ്റി ഉണ്ടാവുക, ഏതൊക്കെ വരുമാനങ്ങൾ ടാക്സ് ലാബിലിറ്റി ഇല്ല എന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ കാറ്റഗറിയിൽ വരുന്ന ഓരോ സ്റ്റാറ്റസിൽ വരുന്ന ആളുകൾക്കും ഏതൊക്കെ വരുമാനങ്ങൾ ടാക്സ് ലാബിലിറ്റി ഉണ്ട്, ഏതൊക്കെ വരുമാനങ്ങൾ ടാക്സ് ലാബിലിറ്റി ഇല്ല എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. നമ്മൾ നോക്കുക, ഇപ്പം സ്കോപ്പ് ഓഫ് ടോട്ടൽ ഇൻകം അല്ലെങ്കിൽ ഇൻസിഡൻസ് ഓഫ് ടാക്സ് സെക്ഷൻ 5 എക്സ്പ്ലെയിൻ ചെയ്യുന്നത് സ്കോപ്പ് ഓഫ് ടോട്ടൽ ഇൻകത്തിനെ കുറിച്ചിട്ടാണ്. ഈ കാറ്റഗറിയിൽ ഏതൊക്കെ ആളുകൾക്ക് ഏതൊക്കെ വരുമാനങ്ങൾ ടാക്സബിൾ ആകുമെന്ന് നോക്കാൻ വേണ്ടി പോവുകയാണ്. നമുക്ക് നോക്കാം, ഇൻകം എന്നുള്ള കാറ്റഗറിയിൽ ഇന്ത്യൻ ഇൻകം ആണെന്നുണ്ടെങ്കിൽ ഇന്ത്യൻ ഇൻകം എന്നുള്ളതിൽ നിങ്ങൾ ഉൾക്കൊള്ളിക്കേണ്ടത് അക്രൂഡ്, റിസീവ്ഡ്, ജനറേറ്റഡ്, ഏൺഡ് ഇതെല്ലാം ഇന്ത്യയിലാണെന്നുണ്ടെങ്കിൽ
അതേപോലെ തന്നെ ഡീം ടു ബി അക്രൂഡ്, ഡീം ടു ബി റിസീവ്ഡ്, ഡീം ടു ബി ജനറേറ്റഡ്, ഇതെല്ലാം ഇന്ത്യൻ ഇൻകം എന്ന കാറ്റഗറിയിലാണ് പെടുത്തേണ്ടത്. ഇന്ത്യയിൽ റിസീവ് ചെയ്തതാകാം, ഇന്ത്യയിൽ ഏൺ ചെയ്തതാകാം, ഇന്ത്യയിൽ ജനറേറ്റ് ചെയ്തതാകാം. ഈ ഇൻകംസ് എല്ലാം ഇന്ത്യൻ ഇൻകമാണ്. ഇന്ത്യൻ ഇൻകം ആണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ടാക്സബിൾ ആണ്, ഈച്ച് ആൻഡ് എവരി വൺ. ഇൻഡിവിജ്വൽ, ഓർഡിനറി, നോട്ട് ഓർഡിനറി, നോൺ റെസിഡൻറ്റ്, ഏത് കാറ്റഗറി പെടുന്ന ആളുകളാണെന്നുണ്ടെങ്കിലും ടാക്സബിൾ ആണ് എന്ന് നമ്മൾ മനസ്സിലാക്കി വെക്കുക. ദെൻ നെക്സ്റ്റ് വൺ, ഇൻകം ഫ്രം ബിസിനസ് ഓർ പ്രൊഫഷൻ ഔട്ട്സൈഡ് ഇന്ത്യ ബട്ട് കൺട്രോൾ ആൻഡ് മാനേജ്മെൻറ്റ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ കൺട്രോളും മാനേജ്മെൻറ്റും ഉള്ള ബിസിനസ്സോ പ്രൊഫഷനോ ആകാം, പക്ഷേ ബിസിനസ്സിൽ വരുമാനം കിട്ടിയത് ഇന്ത്യക്ക് പുറത്താണ്. ഫോർ എക്സാമ്പിൾ, ഞാനൊരു സോഫ്റ്റ്വെയർ കമ്പനി നടത്തുന്ന ആളാണ്. എൻ്റെ ബിസിനസ് ഇന്ത്യയിൽ തന്നെയാണ് സെറ്റപ്പ് ചെയ്തിട്ടുള്ളത്. ഞാൻ എൻ്റെ സോഫ്റ്റ്വെയർ വിറ്റിട്ടുള്ളത് ശ്രീലങ്കയിലേക്കാണ്. പിന്നെ ശ്രീലങ്കയിൽ വിറ്റിട്ടുള്ള സോഫ്റ്റ്വെയർ എനിക്ക് ശ്രീലങ്കയിൽ നിന്നാണ് പൈസ കിട്ടുന്നത്. അപ്പം ഈ പൈസ കിട്ടുന്നത് വിദേശ വരുമാനമാണ്, പക്ഷേ ബിസിനസ്സിൻ്റെ മാനേജ്മെൻറ്റും കൺട്രോളും ഇന്ത്യയിലാണ്. ആ കേസിൽ ഓർഡിനറി റെസിഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ ആ കേസിൽ ടാക്സബിൾ ആണ് ആ വരുമാനം. നോട്ട് ഓർഡിനറി റെസിഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ ആ കേസിൽ വരുമാനം ടാക്സബിൾ തന്നെയാണ്. മൂന്നാമത്തത്, നോൺ റെസിഡൻ്റ് ആണ് നമ്മളെന്നുണ്ടെങ്കിൽ ആ വരുമാനത്തിന് നമ്മൾ ടാക്സ് അടയ്ക്കേണ്ട ആവശ്യമില്ല. നെക്സ്റ്റ് വൺ, ഇനി അടുത്ത കേസ്, ഇൻകം ഫ്രം ബിസിനസ് ഓർ പ്രൊഫഷൻ ഔട്ട്സൈഡ് ഇന്ത്യ. ഇന്ത്യക്ക് പുറത്തുനിന്ന് കിട്ടിയിട്ടുള്ള വരുമാനമാണ്, പക്ഷേ ബിസിനസ്സിൻ്റെ മാനേജ്മെൻറ്റും കൺട്രോളും ഇന്ത്യയുടെ പുറത്ത് തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ ഓർഡിനറി റെസിഡൻറ്റിന് മാത്രമേ ടാക്സ് കൊടുക്കേണ്ടുള്ളൂ. ഓർഡിനറി റെസിഡൻറ്റിന് എല്ലാ കഴിഞ്ഞ വർഷങ്ങളിൽ ഉണ്ടാക്കിയിട്ടുള്ള വരുമാനങ്ങൾക്കും ടാക്സ് കൊടുക്കേണ്ടി വരും. നോട്ട് ഓർഡിനറി റെസിഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ ഈ വരുമാനത്തിന് ടാക്സ് ഇല്ല. നെക്സ്റ്റ് വൺ, നോൺ റെസിഡൻ്റ് ആണെന്നുണ്ടെങ്കിലും ഇന്ത്യക്ക് പുറത്തുനിന്ന് കിട്ടിയിട്ടുള്ള ബിസിനസ്സോ പ്രൊഫഷനിൽ നിന്ന് കിട്ടിയിട്ടുള്ള വരുമാനത്തിന് ടാക്സ് കൊടുക്കേണ്ടതില്ല. നെക്സ്റ്റ് വൺ, ഫോറിൻ ഇൻകം. ഫോറിൻ ഇൻകം നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മളെ ഗൾഫിലുള്ള സുഹൃത്തുക്കൾ 3 ലക്ഷവും 4 ലക്ഷവും വരുമാനമൊക്കെ വാങ്ങിക്കുന്നവരുണ്ട്, 5 ലക്ഷത്തിൻ്റെ മുകളിൽ വരുമാനം വാങ്ങിക്കുന്നവരുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം അവർ ടാക്സ് അടയ്ക്കുന്നില്ല. അവർ നമ്മൾ കാറ്റഗറി നോക്കിക്കഴിഞ്ഞാൽ അവർ നോൺ റെസിഡൻറ്റ് ഇന്ത്യൻസ് ആകും, NRIs എന്നാണ് അവർ പറയാറുള്ളത്. അവരെ സംബന്ധിച്ചുള്ള ഫോറിൻ ഇൻകത്തിനൊന്നും ടാക്സ് കൊടുക്കേണ്ട ആവശ്യമില്ല, ഇന്ത്യയിൽ ഇൻകം ടാക്സ് കൊടുക്കേണ്ട ആവശ്യമില്ല. സോ ഓർഡിനറി റെസിഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ ഫോറിൻ ഇൻകത്തിന് ടാക്സ് ഉണ്ട്, ബാക്കി ആർക്കും, നോട്ട് ഓർഡിനറി റെസിഡൻറ്റിനും നോൺ റെസിഡൻറ്റിനും ടാക്സ് കൊടുക്കേണ്ട ആവശ്യമില്ല. ഓർഡിനറി റെസിഡൻറ്റ് ഞാൻ നേരത്തെ പറഞ്ഞു, എല്ലാ കഴിഞ്ഞ വർഷങ്ങളിൽ ഉണ്ടാക്കിയിട്ടുള്ള വരുമാനം, ഇത് വിദേശത്തു നിന്നാകാം, ഇവിടെ നിന്നാകാം, ഏത് വരുമാനത്തിനും ടാക്സബിളാണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മളൊരു സുഹൃത്ത് ഗൾഫിൽ ജോലി ചെയ്യുന്നുണ്ട്. അവന് ഗൾഫിൽ നിന്ന് ജോലി ചെയ്യുന്നതോടൊപ്പം തന്നെ നാട്ടിലൊരു ബിൽഡിംഗ് എടുത്തിട്ടുണ്ട്. ആ ബിൽഡിങ്ങിന് വരുമാനം കിട്ടുന്നുണ്ടെന്ന് കരുതാം. ആ വരുമാനം കിട്ടുന്നുണ്ടെങ്കിൽ അതിന് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി എന്നുള്ള കാറ്റഗറിയിൽ ഇൻകം ടാക്സ് കൊടുക്കേണ്ടതുണ്ട്. ടാക്സ് ലയബിലിറ്റിക്ക് മുകളിൽ പോകുന്നുണ്ടെങ്കിൽ ഇൻകം ടാക്സ് കൊടുക്കേണ്ടതുണ്ട്. വിദേശത്ത് നിന്ന് കിട്ടുന്ന വരുമാനത്തിന് ടാക്സ് കൊടുക്കേണ്ടതില്ല. അപ്പം അയാൾ ഇന്ത്യയിൽ നിന്ന് ജനറേറ്റ് ചെയ്തിട്ടുള്ള ഇൻകം ആണെന്നുണ്ടെങ്കിൽ നോൺ റെസിഡൻ്റ് ആണെന്നുണ്ടെങ്കിലും ടാക്സ് കൊടുക്കണം. എന്നാൽ ഓർഡിനറി റെസിഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ ഈ വിദേശത്തു നിന്നുള്ള വരുമാനത്തിനും കൊടുക്കണം, ഇന്ത്യയിൽ നിന്നുള്ള വരുമാനത്തിനും ടാക്സ് കൊടുക്കണം. ഇനി വേറൊരു കേസും കൂടി. ഈ കേസ് പാസ്റ്റ് അൺടാക്സ്ഡ് ഇൻകമാണ്. നമ്മൾ കുറേ കാലമായിട്ട് ഗൾഫിൽ ഉണ്ടാക്കി വെച്ചിട്ടുള്ള വരുമാനമാണ്, റെമിറ്റഡ് ടു ഇന്ത്യ. നമ്മൾ ഇന്ത്യയിലേക്ക് പിന്നെ ഈ കഴിഞ്ഞ വർഷം റെമിറ്റ് ചെയ്യുകയാണ്, ഇന്ത്യയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണ്, അല്ലെങ്കിൽ ഇന്ത്യയിലേക്ക് കൊണ്ടുവരികയാണ്. ആ പൈസക്ക് ടാക്സ് കൊടുക്കണം. ആ പൈസക്ക് ഒരു കാരണവശാലും ടാക്സ് കൊടുക്കേണ്ട കാര്യമില്ല. കാരണം പ്രീവിയസ് ഇയറിൽ ജനറേറ്റ് ചെയ്ത ഇൻകം അല്ല ഒന്ന്. രണ്ടാമത്തത് ഇന്ത്യക്ക് പുറത്ത് നിന്ന് ഉണ്ടാക്കിയിട്ടുള്ള ഇൻകം ആകാം. അങ്ങനെയുള്ള ഇൻകംസ് ഇന്ത്യയിൽ കൊണ്ടുവരുന്നതിന് ടാക്സ് കൊടുക്കേണ്ട ആവശ്യമില്ല, ഇന്ത്യയിൽ ഉപയോഗിക്കുന്നതിന് ടാക്സ് കൊടുക്കേണ്ട ആവശ്യമില്ല. സോ ഓർഡിനറി റെസിഡൻ്റ് ആണെങ്കിലും നോട്ട് ഓർഡിനറി റെസിഡൻ്റ് ആണെങ്കിലും നോൺ റെസിഡൻ്റ് ആണെങ്കിലും പാസ്റ്റ് അൺടാക്സ്ഡ് ഇൻകം ഇന്ത്യയിലേക്ക് റെമിറ്റ് ചെയ്യുന്ന കേസ് കണ്ടു കഴിഞ്ഞാൽ ടാക്സ് കൊടുക്കേണ്ട ആവശ്യമില്ല, ആ കേസിന് ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത്രയുമാണ് സ്കോപ്പ് ഓഫ് ടാക്സിൽ ഡിസ്കസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇൻസിഡൻസ് ഓഫ് ടാക്സിൽ ടാക്സ് ലയബിലിറ്റിയിൽ ഡിസ്കസ് ചെയ്യുന്നു. ഇത്രയും ഭാഗങ്ങൾ ഇതൊരു ബ്രീഫ് കൺസെപ്റ്റാണ്. നമ്മളെ ചാപ്റ്റർ കുറച്ച് വൈഡായിട്ട് കിടക്കുന്നുണ്ടാവും. ഇത് ഏറ്റവും ബ്രീഫായിട്ടുള്ള കൺസെപ്റ്റാണ് നമ്മളിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. ഈ കൺസെപ്റ്റ് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ പ്രോബ്ലത്തിലേക്ക് കടക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾ വളരെ കൃത്യമായിട്ട് ഇതിൽ ഓരോ കൺസെപ്റ്റ് മനസ്സിലാക്കി വെക്കുക. നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ തീർച്ചയായിട്ടും ഈ പ്രോബ്ലംസ് എങ്ങനെയാണ് സോൾവ് ചെയ്യുക എന്നുള്ളത് ഡിസ്കസ് ചെയ്യും. ഇതിൽ വരാകുന്ന പ്രോബ്ലംസ് റെസിഡൻസ് സ്റ്റാറ്റസ് കൃത്യമായിട്ട് മനസ്സിലാക്കാനുള്ള പ്രോബ്ലം ആയിരിക്കും. ഒരാൾ വന്നു പോയി, അയാൾ കുറച്ചു കാലം ഇന്ത്യയിൽ താമസിച്ചു, ഇതുമായിട്ട് ബന്ധപ്പെട്ട് അയാളെ സ്റ്റാറ്റസ് ഏതാണ്, ഓർഡിനറി റെസിഡൻ്റ് ആണോ, നോട്ട് ഓർഡിനറി റെസിഡൻ്റ് ആണോ, നോൺ റെസിഡൻ്റ് ആണോ എന്ന്
കാൽക്കുലേറ്റ് ചെയ്യണം. അതേപോലെ തന്നെ ഒരു വ്യക്തിക്ക് ഇന്ന വരുമാനങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്, ഏതൊക്കെ ടാക്സ് ലാബിലാണ്, ഏതൊക്കെ ടാക്സ് ലാബിലല്ല, ഏതൊക്കെ കേസിൽ അദ്ദേഹത്തിന് ടാക്സ് ലാബിലിറ്റി ഉണ്ടാകും, എത്രയായിരിക്കും അദ്ദേഹത്തിന് ടോട്ടൽ ടാക്സ് ലാബിലിറ്റി, ഇത് കാൽക്കുലേറ്റ് ചെയ്യുകയാണ് പ്രോബ്ലം ക്വസ്റ്റ്യൻസിൽ ഉണ്ടാവുക. അത് നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യും. അപ്പം ഇതുവരെ വീഡിയോ കേട്ടിരുന്ന എൻ്റെ പ്രിയ സുഹൃത്തുക്കൾക്ക് ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ വീഡിയോ അവസാനിക്കുകയാണ്. താങ്ക്സ്.